ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് റാഗി വെർമസലി കൊണ്ട് ഉപ്പുമാവാണ്. അതിന് ഞാൻ ഒരു 250 റാഗി വെർമസലി മസാല എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് വെള്ളത്തിനകത്ത് ഒരു 4-5 മിനിറ്റ് ഒന്ന് കുതിർത്ത് വെക്കാം. ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിനകത്തിലേക്ക് നമുക്ക് ഇട്ട് വെക്കാം. ഇതിനകത്തിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു 4-5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കിത് ആവി കയറ്റണം. നല്ലതുപോലെ ഇതായിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളം ഊറ്റി എടുക്കാം. ഇതിൻ്റെ വെള്ളമെല്ലാം പോയി. ഇനി നമുക്കിത് ഇഡ്ഡലിക്കുട്ടത്തിന് അടപ്പിൽ വെച്ച് ആവി കയറ്റിയെടുക്കാം. നമ്മൾ ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ഇതിനകത്തിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ടുമ്പോൾ 1 സ്പൂൺ ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു സവോള, ഒരു ക്യാരറ്റ്, കുറച്ച് ഇഞ്ചി, ഒരു പച്ചമുളക് ഇതിട്ട് കൊടുക്കാം നമുക്കിന്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒരു ചുവപ്പ് കളർ ആവുന്നിടം വരെ ഇളക്കി കൊടുക്കാം. നമ്മൾ സാധാ ഉപ്പുമാവ് വെക്കുന്ന പോലെ തന്നെയാണ്, വെള്ളം ഒഴിക്കത്തിലിനി. അതിനാണ് നമ്മളവിടെ ആവി കയറ്റി വേവിക്കുകയൊക്കെ ചെയ്തത്. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തിലേക്ക് ഞാൻ ഒരു പിടി കടലപ്പരിപ്പിട്ട് കൊടുക്കുകയാണ്. ഇതിനകത്തിലേക്ക് നീലക്കടല ആയാലും കുഴപ്പമില്ല. ഇവിടെ ആർക്കും നീലക്കടല ഇടുന്ന ഇഷ്ടമല്ല, കുഞ്ഞുങ്ങൾക്കൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ഈ പരിപ്പിട്ട് കൊടുക്കുന്നത്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തിലേക്ക് കുറച്ച് ഏറെ തേങ്ങ ഇട്ട് കൊടുക്കാം, നമ്മുടെ രുചിക്ക് വേണ്ടി. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തിലേക്ക് നമുക്ക് നമ്മുടെ വെർമസലി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് കുറച്ച് പെതുക്കെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് 2 മിനിറ്റ് അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ റാഗി ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. ഇന്ന് ഞാൻ 2 പപ്പടവും കൂടാകുമ്പോൾ സൂപ്പർ.